ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൽ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൻ നാഥൻ സന്നിധേ. വീഴുമ്പോൾ താങ്ങുമൻ പ്രിയൻ, കരയുമ്പോ മാർവിൽ ചേർക്കും തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൻ നാഥൻ സന്നിധേ. മണ്ണാകുമീ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാം പാവനത്തിൽ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ഹല്ലേലൂയ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിൽ കൂടി വളരെ മനോഹരമായ ഒരു ഗാനം കേൾക്കുവാൻ നമുക്ക് ദൈവം അവിടെ ഇടയാക്കി. നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു അഭയസ്ഥാനം കർത്താവിൽ മാത്രമാണുള്ളത്. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, നമ്മുടെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലെല്ലാം നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് ആ പാട്ടിലെല്ലാം കേൾക്കുവാൻ തക്കവണ്ണം ദൈവോടൊന്ന് സഹായിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ കടന്നു പോകുന്നത് ആ വഴിയിൽ കൂടെയാണ്. നമ്മുടെ ഹൃദയം പലപ്പോഴും ക്ഷീണിക്കുന്ന അവസരങ്ങള് നമ്മൾ പലവിധമായ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും എല്ലാം ആയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗാനങ്ങളെല്ലാം നമുക്ക് ആശ്വാസം തരുന്നതാണ്. ദൈവം ധാരാളമായിട്ട് ആന്റി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് പ്രാർത്ഥനയാണ്. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട്, പ്രോഗ്രാമുകളെല്ലാം വളരെ മനോഹരമായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് പ്രിയ ജെസി രാജു ആന്റീനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവേ,
ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവെ, നല്ല നിമിഷങ്ങൾക്കായി നന്ദി പറയുന്ന, നല്ല കൂടിവരുവനായി നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം. കർത്താവെ, മിനിസ്റ്റ് കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ, ആമേൻ കർത്താവെ, ഹല്ലേലൂയ, വൈകര സമയത്ത് കർത്താവെ, ഹല്ലേലൂയ, ഒരുമിച്ച് കൂടി വരുവാൻ, കർത്താവിന്റെ ദാസിയോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ഹാലേലൂയ, ഓരോ പ്രോഗ്രാം കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവമക്കൾ ഏറ്റെടുത്തത് ചെയ്യുവാൻ, സന്തോഷിപ്പാൻ, സന്തോഷം അനുഭവിപ്പാൻ കർത്താവെ, ആമേൻ കർത്താവ്, ഞങ്ങൾക്ക് ആർക്കും കർത്താവ് ലോകത്തിൽ കിട്ടാത്ത ദൈവ സന്തോഷം കർത്താവ് സന്നിധിയിൽ കിട്ടുവാൻ, ദൈവസന്നിധിയിൽ കിട്ടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ആ സ്വർഗ സന്തോഷം, നിത്യ സന്തോഷം, ദൈവ സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കാണപ്പ. കൂടി വരവ് അനുഗ്രഹമാക്കി തരണം. തുടർന്നെടുക്കുന്ന എല്ലാ വിഷയത്തിനും ഓരോരുത്തരും ഏറ്റെടുത്തിക്കുന്ന ആമേൻ വിഷയത്തിലെ ദൈവമേ, പരിശുദ്ധാത്മാവരെ ബലപ്പെടുത്തി അവരെ ശക്തമായി ഉപയോഗിക്കണം കർത്താവെ സ്തോത്രം. പാടുവാൻ കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ. തുടർന്നും പിന്നെ കർത്താവരുടെ ശുശ്രൂഷ മുന്നേറുവാൻ സഹായിക്കണം. എനിക്ക് അനേക പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരെ കണ്ടിരിക്കാൻ നന്ദി പറയുന്ന കർത്താവെ, അനേകരുടെ കണ്ണുനീരൊപ്പിടെ അനേർക്ക് താങ്ങുന്നണല കർത്താവെ, ഹാലലി അനേകരെ ചേർത്ത് പിടിച്ചിടിക്കാൻ ദൈവമക്കൾ കൊടുത്ത നല്ല കൃപയ്ക്കാനും ദാസിയും ബലപ്പെടുത്തൻ കുഞ്ഞിനെ അനുകരിക്കുമാറാകണം കർത്താവെ. എല്ലാ ശുശ്രൂഷകളും മാനിക്കണം കർത്താവെ. ഹാമേൻ ഓരോ ദിവസം യാത്രയിലായിരിക്കും പോകുമ്പോഴും വെള്ളം കാത്ത് പരിപാലിച്ചു കൊണ്ടിരിക്കാൻ നന്ദി പറയുന്ന കർത്താവെ. ഇനിയുള്ള കർത്താവ് കാര്യങ്ങളിലും ഏറ്റെടുത്ത പ്രിയപ്പെട്ടവർ ഓരോ നിമിഷത്തിലും അവർക്ക് കൊടുത്ത സമയത്തിൽ അത് ചെയ്തെടുക്കുവാൻ സഹായിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങൾ പല രാജ്യങ്ങളാണ് ഞങ്ങൾ ഏക മനസ്സോട് ദൈവസന്നെ ഇരിക്കുന്നപ്പാ. അവിടുത്തെ കരം ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങളെ ശക്തീകരിക്കണം കർത്താവെ. ഇനിയും വചനം പറയുവാനുള്ളവരുണ്ട് കർത്താവെ, പാടുവാനുള്ളവരുണ്ട് കർത്താവെ. ഓരോ പ്രോഗ്രാം ഏറ്റെടുത്ത ദൈവമക്കൾ ആമേൻ ദൈവ സാന്നിധ്യത്തിനും പരിശുദ്ധാത്മ നിറവിലും ചെയ്തെടുക്കാൻ ദൈവമക്കൾ ഓരോരുത്തരും പരിശുദ്ധാത്മാ തന്നെ നിയന്ത്രിച്ച് നടത്തുവാൻ സഹായിക്കണം കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സുമലായിരിക്കും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും രക്തം കൊണ്ടും അതിനുകൊണ്ട് മുത്രയിട്ട് മക്കളായ തലമുറ എല്ലാവരെയും കാത്ത് പരിപാലിക്കണം കർത്താവെ. ആരും ക്ഷീണിതരായി പോകാൻ അനുവദിക്കല്ല കർത്താവെ. കർത്താവ് ശരിമായി ആമേരോത്താൽ ഭാരപ്പെടുന്ന എൽസ്യാന്റെ ബലപ്പെടുത്ത ശക്തിയോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ കർത്താവെ, കർത്താവ് എത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം കർത്താവെ. പിന്നെയും പ്രിയമകളെ ബലപ്പെടുത്തണം, അടിപ്പിണ സൗഖ്യം നൽകണം കർത്താവെ. ആ മനുഷ്യണത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ മകളെ അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിജീർണങ്ങൾ ഓർക്കുന്നു, ശരീരമായി അനുഭവിക്കുന്ന ക്ലേശം പ്രയാസം വിടുതലും ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിനും വിടുതലും ആശ്വാസം നൽകണം കർത്താവ്. എല്ലാ കുടുംബങ്ങളെയും രക്തമുണ്ടായതിനോട് മുത്തിരിട്ട് കാവൽച്ചനും ആമേൻ ഹല്ലേലൂയ. പിന്നെയും കർത്താവിന്റെ തിരുസന്നെ സമർപ്പിക്കുന്ന കർത്താവ് ഇടിച്ചെന്ന് ഇടയിസേവിക്കാസ്തുതന്റെ മകളെ അനുകരിച്ച് ബലപ്പെട്ട് ശക്തിയാണ് കർത്താവെ ഏറ്റു നടത്താൻ കൃപ കൊടുത്തിരിക്കാൻ നന്ദി പറയുന്നു. കുടുംബാട്ടുമകളെയും പ്രിയമകളെയും കാത്ത് സൂക്ഷിക്കണം, കൃപയിലും മറച്ചുകൊള്ളണം കർത്താവ്. എല്ലാ പ്രിയപ്പെട്ട കർത്താവ് ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ഇടപെടലും കർത്താവിന്റെ ആലോചനയും കർത്താവിന്റെ ശബ്ദം കേൾക്കും എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥനയാചരിടുന്നാൽ സൂത്രം സൂത്രമാനമത്വം ഭൂഷ കർത്താവിനെ അർപ്പിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ അധികാരം നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. കർത്താവ് ആന്റി അവിടുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ബലപ്പെടുത്തി ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാനും വിഷയങ്ങളെ നമ്മുടെ പ്രോഗ്രാമിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ആന്റി അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ധാരാളമായിട്ട് ആന്റി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണുള്ളത്. നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള സമയമാണ്. നമ്മളെല്ലാവരും അടിയനോട് നീ സംസാരിക്കണമേ, ഇടപെടണമേ എന്നുള്ള ആ ഒരു സ്വരത്തിന്റെ മുൻപില് നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ വചനത്താൽ അവിടെ നിറയ്ക്കുമാറാകട്ടെ. അതിനുവേണ്ടി പ്രിയ ആന്റി അവിടുന്ന് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. കർത്താവിന്റെ വചനം ധാരാളമായിട്ട് അവിടുന്ന് നമുക്ക് ഓരോരുത്തർക്കും പകർന്നു തരുവാൻ തക്കവണ്ണമുള്ള കൃപ ധാരാളമായിട്ട് ആന്റിക്ക് അവിടുന്ന് കൊടുക്കേണ്ടതിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാലി ആന്റീനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സാലിയാന്റി കേട്ടില്ല കേട്ടായിരുന്നു? എനിക്കൊരു സെക്കൻഡ്, അത് ആ കൊച്ചു ചിലപ്പം ഉറങ്ങുമായിരിക്കും, അതിനെ അത് ഉണരാതിരിക്കാൻ ഉണർന്നു വരും. വയ്യാത്തൊരു മോനെ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. കർത്താവേ സ്തോത്രം. ദൈവത്തിന് മഹത്വം.
സാത്താൻ ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും ഇല്ലാത്ത പോലെ അഭിനന്ദിച്ചു. ഓക്കെ, പ്രൈസ് ലോർഡ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഓണാക്കി വെച്ചായിരുന്നു. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. എൽഷാൻഡി പ്രാർത്ഥിച്ചാൽ ഇനി പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കിയതിനെ ഓർത്തും അതിന് മുഖാന്തരമായി തീർന്ന ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലെ സഹോദരങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ നിൽക്കുന്നത്. കാരണം ജോലിയുടെ ബന്ധത്തിൽ എനിക്ക് അത് നടക്കത്തില്ലായിരുന്നു. എന്നാൽ ജോലിയില്ലാത്ത സമയങ്ങളിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾക്കൊക്കെ ദൈവം എന്നെ ഇടയാക്കിക്കൊണ്ട് പല സൂമുകളിലും എനിക്ക് സംസാരിക്കാൻ ദൈവം സാവകാശം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ 2-3 വർഷമായിട്ട് അതിനൊന്നും പറ്റിയില്ല. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വൈകിട്ടത്തെ സമയത്ത് ഒരു പക്ഷേ കുഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ചെയ്യാം എന്നെന്റെ ആഗ്രഹം കുറേ ദിവസങ്ങളുണ്ട്. അതപ്പം അങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് തന്നുപോയത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്രത്തോളം സഹായിക്കുമോ അത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനും വചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും ദൈവം എനിക്ക് നൽകി തരേണ്ടതിനും എല്ലാവരുടെയും പ്രാർത്ഥന ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം, 1-2 വാക്യങ്ങൾ വായിക്കുന്നു. അതിൽ നിന്ന് അല്പസമയം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം ഞാൻ വായിക്കുന്ന വാക്യം സദൃശവാക്യം 16:3 ഞാൻ തന്നെ വായിക്കുക, കാര്യം പെട്ടെന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മുടെ പ്രവൃത്തിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം, അപ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിക്കുമെന്ന്. പിന്നൊരു വാക്യം സങ്കീർത്തനങ്ങൾ 22:8 പറയുന്നു, യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവൻ അവനെ രക്ഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെ ഉദ്ദേശങ്ങളെ ദൈവം സാധിപ്പിക്കും. നമ്മളെ തന്നെ യഹോവയിൽ സമർപ്പിക്കുമ്പോൾ നമ്മളെ അവൻ രക്ഷിക്കും. നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ദൈവം അനുകൂലമായിരിക്കും. അതുപോലെ വേറൊരു വാക്യം 1 പീറ്റർ 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രവൃത്തികളെ സമർപ്പിക്കണം, നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കണം, നമ്മുടെ ചിന്താകുലങ്ങളെ ദൈവത്തിന്റെ മേലിടണം. അതുപോലെ തന്നെ സങ്കീർത്തനം 37:5 പറയുന്നത്, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. കർത്താവിന്റെ വചനം ഒന്ന് തന്നെയാണ്. ഞാൻ വായിച്ച എല്ലാ വചനത്തിലും ഒരേ ഉദ്ദേശമാണ് ഉള്ളത്. നമ്മളെ തന്നെ നമ്മുടെ പ്രവൃത്തികളെ സമർപ്പിക്കണം ദൈവത്തില്, നമ്മളെ തന്നെ സമർപ്പിക്കണം, നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിന്റെ മേലിടണം, നമ്മുടെ ചിന്താകുലങ്ങളെ കർത്താവിന്റെ മേൽ കൊടുക്കണം. അപ്പോൾ ദൈവമായ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ എപ്രകാരം നമ്മൾ സമർപ്പിക്കുന്നോ, നമ്മുടെ പ്രവൃത്തികളെ സമർപ്പിക്കുന്നോ, നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നോ, അതിൻ പ്രകാരം ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണെന്നുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത്. അതിൽ നിന്ന് നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കുമെന്നുള്ള സങ്കീർത്തനം 37:5 നിന്ന് ചില വാക്യങ്ങളെ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമുക്ക് അനുകൂലമല്ല ഒരിക്കലും. പ്രതികൂലത്തിന്റെ നടുവില്, അതും ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ അനേക പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ഇന്നുള്ളത് നാളെ ഇല്ലാതാകുന്നു. മനുഷ്യനായാലും മറ്റ് നമ്മുടെ കാര്യങ്ങളായാലും ഒന്നിലും ഒരു ഉറപ്പോ ധൈര്യമോ ഇല്ലാത്ത ഒരു ജീവിതത്തിൽ കൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ് ആയിപ്പോകുന്ന ഒരു രീതിയിലാണ് ഈ ദിവസങ്ങൾ നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ വചനം ദാവീദിലൂടെ നമ്മളോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വളരെ ലളിതമായ ഒരു സന്ദേശം, നിന്റെ വഴി യഹോവയ്ക്ക് സമർപ്പിക്കുക, അവനിൽ ആശ്രയിക്കുക, അവൻ പ്രവർത്തിക്കും എന്ന വാക്യത്തിൽ വിജയകരമായ 2-3 കാര്യങ്ങൾ അതിൽ നിന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം, നമ്മുടെ ഭാരം ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കണം, നമ്മുടെ പ്രവൃത്തികളെ കർത്താവിൽ വെക്കണം. അപ്പോൾ നമ്മുടെ വഴി യഹോവയിൽ പരമേൽപ്പിക്കണം. നമ്മുടെ വഴിയും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും എല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉദ്ദേശങ്ങള് ദൈവം നമുക്ക് സാധിപ്പിച്ചു തരുന്നത്, നമ്മുടെ കാര്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുന്നത്, നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം വിടുതൽ തരുന്നത്. നമ്മൾ കർത്താവിൽ മാത്രം ആശ്രയിച്ച് നമ്മൾ പലപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഭാരങ്ങളൊന്നും ദൈവസന്നിധിയിൽ കൊടുക്കാതെ നമ്മൾ തന്നെ ഏറ്റെടുത്ത് പലപ്പോഴും മുന്നോട്ട് പോകുന്ന അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാകുന്ന കാര്യം. ദൈവത്തിൽ എത്ര ആശ്രയിച്ച് ഉറച്ച് ജീവിക്കുന്നവരാണെങ്കിലും ജീവിതത്തിലെ ഭാരം വരുമ്പോഴോ പ്രതികൂലങ്ങൾ വരുമ്പോഴോ
തളർന്നു പോകുവാൻ ഇടയായി തീരും. എങ്കിലും തളരാതെ നിർത്തുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിച്ചിരിക്കുന്നത്. നിന്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക എന്നുള്ള ആദ്യത്തെ ഒരു വാക്യത്തിൽ നിന്ന് പറയുന്നു. ഫരമേൽപ്പിക്കുന്നു പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു, നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുക എന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ പലതുണ്ട്. നമ്മൾ പലവിധമായ വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്നതാണ്. പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഭാരങ്ങളെ, കുടുംബത്തിലെ പ്രശ്നങ്ങളെ, അതിലുള്ള ഭാരങ്ങൾ, അത് നമുക്ക് എത്രയെല്ലാം നമ്മുടെ ജീവിതത്തിലെ ദൈവം എങ്ങനെല്ലാം നമ്മളോട് ഇടപെട്ടാലും നമ്മുടെ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെ അത് നമുക്ക് ഭാരമായി തീരും. അടിയനും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും എന്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ച് അങ്ങനെ അങ്ങനെയാണ് ഈ വചനത്തിലൊക്കെ ഞാൻ ഉറയ്ക്കുവാൻ ഇടയായി തീർന്നത്. എന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങളിൽ എന്റെ ഭാരം, എന്റെ കുടുംബ ജീവിതത്തിന്റെ ഭാരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിന്റെ വചനത്തിൽ ഉറച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിച്ചു. നമുക്ക് എങ്കിലും നമ്മൾ പതറിപ്പാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഭാരമുണ്ട്, നമ്മുടെ ജോലി തിരക്കിലുള്ള പ്രയാസങ്ങളും ഭാരങ്ങളും ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടേതായ വിഷയങ്ങളുണ്ട്, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം സാമ്പത്തികമായ വിഷയങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പലവിധമായ വിഷയങ്ങളുമേൽ നമ്മൾ ഭാരപ്പെടുന്നതാണ്. കർത്താവ് പറയുന്നു, അതുപോലെ നമ്മൾ ശുശ്രൂഷയിലായിരിക്കുന്നെങ്കിൽ ശുശ്രൂഷയിലുള്ള ഭാരങ്ങളെ, ഇപ്പം ശോഭമ്മയെ കുറിച്ച് പറയുവാണെങ്കിൽ അമ്മാമ്മയൊക്കെ ഈ മിനിസ്ട്രി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളൊക്കെ ഇതിലെ ഒരു അംഗങ്ങളാണ്, കുടുംബമാണ്, കാര്യമൊക്കെ ശരിയാണ്. എങ്കിലും നമുക്ക് ആ സമയത്ത് വന്ന് ജോയിൻ ചെയ്യുക, അത് വിട്ടുപോവുക, അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. എന്നാൽ അങ്ങനല്ല. അമ്മാമ്മയെ കുറിച്ച് സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഭാരങ്ങളും ഷെർലി സിസ്റ്ററും അമ്മാമ്മയും ഒക്കെ കൂടെയാണ് ഇതിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നത്. അവർ ചെയ്യുന്നത്രയും ഒരു ഭാരം നമുക്ക് ഈ മിനിസ്ട്രിയെ കുറിച്ചില്ല. കാര്യം നമ്മൾ അതിന്റെ അംഗങ്ങളാണ്. അത് ഒരു തടിയെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, ഒരു മരം നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ആ മരത്തിന്റെ തടി മുന്നോട്ട് വളർന്നു പോകുന്നു. എന്നാൽ അതിന് ചില്ലകളുണ്ട്. അത് തടി മാത്രമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിന് തടിയെ മാത്രമല്ല അത് ചിന്തിക്കുന്നത്, അതിന്റെ ചില്ലകളെ കുറിച്ചും അതിന് ചിന്തിക്കണം. കാര്യം അതിന്റെ ചില്ലകൾ വളരുന്നത് തടിയിൽ കൂടെ വരുന്ന വെള്ളവും വളവും ആ ചില്ലകളിൽ ചെന്നെങ്കിൽ മാത്രമേ ആ ചില്ലകൾ നല്ലതായിട്ട് വളരത്തുള്ളൂ. എന്നാൽ നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കും ചില ചില്ലകൾ ഉണങ്ങിപ്പോകുന്നു. അത് അതിൻ്റെതായ കാര്യങ്ങളിൽ വേണ്ടുന്ന വിധം അതിന് ആവശ്യമായ വളമോ അല്ലെ അതിൻ്റെതായ രീതികളോ കിട്ടാത്തത് കൊണ്ട് ചില്ലകൾ ഉണങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന പോലെ ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന നടുത്തൂണിനാണ് അതിന്റെ പ്രത്യേകമായുള്ള ഭാരങ്ങളും അങ്ങനെ അവിടെയാണ് അവർക്ക് കൂടുതൽ പ്രയാസങ്ങളും ഉള്ളത് എന്ന് പറഞ്ഞതുമാതിരി ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെല്ലാം, നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ഭാരങ്ങളെല്ലാം സ്വന്തമായി നമ്മൾ ചുമക്കാതെ കർത്താവ് പറയുന്നു, എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ ചുമക്കാമെന്ന്. എന്നാൽ കർത്താവ് പറയുന്നത് അങ്ങനെ കർത്താവിന്റെ കയ്യിൽ കൊടുക്കാൻ നമ്മളോട് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ അത് പൂർണ്ണമായും ചെയ്യാറില്ല. അതാ നമ്മൾ തന്നെ പലപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കുക. എന്നാൽ കർത്താവ് പറയുന്നു, എന്നിൽ സമർപ്പിക്കുക, ഞാൻ നിയന്ത്രിക്കാം. പിന്നെ നമ്മൾ കർത്താവിൽ സമർപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ഏറ്റെടുക്കണമെന്ന കാര്യമില്ല. ദൈവമാണ് നമ്മളെ നടത്തുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉറയ്ക്കുവാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ കഴിയുന്നുവെങ്കിൽ ഈ നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നുകയില്ല. എങ്കിലും കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വേറൊരു വാക്യം അതിനകത്ത് പറയുന്ന യഹോവയെ ഫരമേൽപ്പിക്കുക എന്ന് പറയുന്നത് പോലെ, അതുപോലെ തന്നെ അതിൽ ഇനിയൊരു വാക്യമുണ്ട്, അവനിൽ ആശ്രയിക്കുക. അപ്പൊ നമ്മള് കർത്താവില് ഫരമേൽപ്പിച്ചാൽ മാത്രം പോരാ. കർത്താവിന്റെ കയ്യിൽ ഇപ്പം പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ കാര്യങ്ങളെ ഫരമേൽപ്പിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയോ ദൈവസന്നിധിയിൽ ഇരിക്കുകയോ അല്ല. ഒരാളെ ഏൽപ്പിക്കും, എന്റെ വിഷയങ്ങൾ ഇന്നതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ വിഷയം ഇങ്ങനെയാണ്, കുഞ്ഞുങ്ങളുടെ വിഷയം ഇങ്ങനെയാണ്. ഇപ്പൊ പലപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ ദൈവദാസന്മാർക്ക് പലരെയും ഏൽപ്പിച്ചിട്ടും നമ്മുടെ കാര്യങ്ങളെ കർത്താവിൽ നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കുക, അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാതുകൊണ്ട് ദൈവത്തിൽ ഫരമേൽപ്പിച്ചിട്ട് മാറി നിന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ള വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കത്തില്ല. ദൈവം പറയുന്ന ദൈവത്തെ ഫരമേൽപ്പിച്ചതിന് ശേഷം വീണ്ടും ആ ഭാരം നമ്മൾ എടുത്തുകൊണ്ടിരിക്കേണ്ട. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു എന്ന് പറയും. എന്നാൽ അടുത്ത നിമിഷം വീണ്ടും നമ്മൾ ഭാരപ്പെടും. അതല്ല വിശ്വാസം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ വിശ്വാസമാണ്. എന്നാൽ ദൈവം പറയുന്നു, പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ തന്നെ പലപ്പോഴും നമ്മൾ ഭാരപ്പെടുന്ന അവസ്ഥയാണ് നമ്മുടെയും ജീവിതത്തിലുള്ളത്. എങ്കിലും കർത്താവ് പറയുന്നു, വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങൾ നിശ്ചയവും വിശ്വാസവും അതിന്റെ നിശ്ചയമാണെന്ന് പറയുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. നമ്മളെ പലപ്പോഴും
നമ്മൾ ഭാരപ്പെടുമ്പോഴും നമ്മളെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പലപ്പോഴും ആയിരിക്കുമ്പോഴും ഉത്തരം കാണാതെ നമ്മൾ കാത്തിരിക്കുമ്പോഴൊക്കെ ദൈവം നമ്മളോട് പറയും, ഭാരപ്പെടേണ്ട, ദൈവത്തിലെ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. നമ്മൾ അബ്രാഹാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അബ്രാഹാമിനെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ, അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു കാണിപ്പാന്റെ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ എവിടേക്കാണെന്നോ എന്താണെന്നോ അറിയാതെ അബ്രഹാം യാത്ര തിരിച്ചു. എന്നാൽ നമ്മളായിരുന്നുവെങ്കിൽ അങ്ങനെ ഒന്നും പോകത്തില്ല. അത് എവിടെയാ എന്താ, അന്നത്തെ കാലത്ത് പിന്നെ ഫോണൊന്നുമില്ല. ഇപ്പൊ പിന്നെ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അറിയാവുന്ന സ്ഥലമാണെങ്കിൽ ആരുടെയും ഒക്കെ വിളിച്ചു ചോദിക്കും, അവിടെ അങ്ങനെ ഉണ്ടോ, എങ്ങനെയാണെന്നൊക്കെ വിളിച്ചു ചോദിക്കും. എന്നാൽ അബ്രഹാം അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞതനുസരിച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിപ്പാൻ ഇടയായി തീർന്നതുകൊണ്ട് ദൈവം അബ്രഹാമിനെ മാനിപ്പാൻ ഇടയാക്കി തീർത്തത് ഓർത്ത് അതുപോലെ നമ്മുടെ ജീവിതവും നമ്മളെയും ദൈവം ഒരു കാര്യം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഒരു ശബ്ദം നമ്മൾക്ക് തന്നാൽ അതനുസരിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ നമ്മൾ ജോസഫിനെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ, ജോസഫ് പലവിധമായ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. പ്രതികൂലങ്ങളുണ്ടായി, സഹോദരങ്ങളിൽ നിന്ന് പ്രതികൂലമുണ്ടായി, പോത്തിഫറിന്റെ ഭവനത്തിലെ പ്രതികൂലമുണ്ടായി, തടവിൽ അടയ്ക്കപ്പെട്ടെങ്കിലും കർത്താവിലുള്ള വിശ്വാസം വിടാതെ കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചിരുന്നത് കൊണ്ട് ജോസഫ് ഒരു വലിയ മന്ത്രിയായി തീരുവാൻ കർത്താവ് ഇടയാക്കിയത്. സ്തോത്രം. അതേസമയം നമ്മളായിരുന്നെങ്കിലോ അതൊക്കെ ഒരു വലിയ പ്രതികൂലമായിട്ട് എടുത്ത് കർത്താവിനെ തള്ളിക്കളഞ്ഞ് യോബിന്റെ ഭാര്യയെ പോലെ ഇതൊന്നും വേണ്ട എന്നുള്ള ആ ചിന്ത നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരും. എന്നാൽ ജോസഫ് ഉറച്ചു നിന്നതുകൊണ്ട് ദൈവം ജോസഫിനെ മാനിപ്പാൻ ഇടയായി തീർന്നു. നമ്മൾ ദാവീദിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ദാവീദ് ഗുഹകളിലായിരുന്നപ്പോഴും കർത്താവിന്റെ വചനത്തിൽ ഉറച്ചിരുന്നു. മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിച്ച് നിന്നതുകൊണ്ട് ദൈവമായ കർത്താവ് ദാനിയേലിനെയും കർത്താവ് വിടുവിപ്പാൻ ഇടയായി തീർന്നു. നമ്മുടെയും ജീവിതത്തിലെ ഹല്ലേലൂയ സ്തോത്രം, അബ്രാഹാമിനെ പോലെ, യോസെഫിനെ പോലെ, ദാവീദിനെ പോലെ, അതുപോലെ കർത്താവിന്റെ സന്നിധിയിലെ ഹന്ന ഹല്ലേലൂയ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എന്നാല് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പ്രിയ പുരോഹിതനൊക്കെ പറയുവാൻ ഇടയായി തീർന്നു വീഞ്ഞു കുടിച്ചതാണെന്നും ഒക്കെ പറയുവാൻ ഇടയായി തീർന്നെങ്കിലും വിശ്വാസം വിടാതെ ഉറച്ച് ദൈവസന്നിധിയിലെ കണ്ണീരോടെ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നുകൊണ്ട് ഒരു ശമൂവേലിനെ ലഭിക്കാനും അത് ശമൂവേൽ ഒരു വലിയ രാജാവായി തീരുവാനും കർത്താവ് ഇടയാക്കി. അതൊക്കെ ഓർത്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളും അതുപോലെ ഉറച്ച് ദൈവസന്നിധിയിൽ നിന്നാൽ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിന്റെ ലാസ്റ്റത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ അത് നിർവഹിക്കും. അപ്പൊ നമ്മള് ദൈവത്തിന്റെ കയ്യിൽ നമ്മുടെ കാര്യങ്ങളെ ഫലമേൽപ്പിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ നമ്മൾ ആശ്രയിച്ച് ഫലമേൽപ്പിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് അതിന്റെ ഏറ്റവും ഒരു കാര്യം ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, അതായത് ദൈവം നിർവഹിക്കുന്ന ആ കാര്യങ്ങൾ, ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ നമ്മളെ കർത്താവ് ഇടയാക്കും. ശക്തമായ ഈ വാക്യം പ്രവർത്തനം, ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു വാക്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ മൂന്നാമത്തെ പോയിന്റ് അങ്ങനെയാണ്, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി സഹായിക്കും. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങളെ കൊടുത്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ വെച്ചിട്ട് നാം ഉറങ്ങുമ്പോഴും നമ്മളെ ദൈവം മറക്കുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ വിചാരിക്കും നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞുപോയി, നമ്മൾ ആഗ്രഹിച്ച സമയത്തൊന്നും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. സ്തോത്രം. എങ്കിലും നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവസന്നിധി നമ്മളായിരിക്കുന്ന സമയങ്ങളൊക്കെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ കരയുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. ദൈവത്തിന്റെ സമയത്തായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ സന്നിധി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ സകല ചിന്താകുലങ്ങളും കർത്താവിന്റെ മേലിട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ നമ്മുടെ ഭാരങ്ങളെ വെച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മളെ ഒക്കെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, കർത്താവിന്റെ കരങ്ങൾ നമ്മളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മളെ ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്. ഈ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു, ഇപ്പോഴും നിന്റെ ഭാരം നീ തന്നെ ഇപ്പോഴും നമ്മൾ ഇത്രത്തോളം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഭാരം നമ്മൾ തന്നെ ചുമക്കുന്നവരായിട്ടല്ല, ദൈവത്തിൽ സമർപ്പിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിടുതൽ ഏറ്റെടുക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവരെ ഒരു നാളും കർത്താവ് കൈവിടുന്ന ദൈവമല്ല. നമ്മുടെ വഴി യഹോവയിൽ ഫലമേൽപ്പിച്ച് നമ്മൾ കർത്താവിൽ തന്നെ നമ്മളെ സമർപ്പിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ
നമ്മുടെ ചിന്താകുലങ്ങളും നമ്മുടെ ഭാരങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ ഇട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വൈകുന്ന വേളയിലെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് അല്പസമയം സംസാരിപ്പാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാനും വളരെ ഭാരത്തോടെ ഒക്കെ ആയിരുന്നെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പറയുകയാണെങ്കിൽ കർത്താവിന്റെ വചനമൊക്കെ കയ്യിലുണ്ടെങ്കിലും ഈ ഉറപ്പൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഞാനും തളർന്നു പോയ ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് എല്ലാം കർത്താവ് എന്നെയും വിടുവിച്ച് ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ഈ സന്ധ്യാസമയത്ത് എനിക്ക് ഒരിക്കൽ നല്ല സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വഴി യഹോവയിൽ പരമേൽപ്പിച്ച് പൂർണ്ണമായി കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രവൃത്തി കാണുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസനാണ്. എന്റെ കർത്താവ് വാക്ക് പറഞ്ഞ് മാറിപ്പോകുന്ന ദൈവമല്ലായകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അല്പചിന്തയ്ക്കായിട്ട് കർത്താവിനെ ഒരിക്കൽ ഓർത്ത് സ്തോത്രം സമയം തന്ന ആ ദൈവമക്കളോട് എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് ഈ ദൈവവചനത്തിൽ ഞാൻ ഇരിക്കുന്നു. വീണ്ടും അടിയന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. വചനത്തിന്റെ സംസാരിച്ചതിൽ വന്ന കുറവുകളെ കർത്താവ് ക്ഷമിച്ച് ദൈവമക്കൾ ക്ഷമിച്ച് അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൂത് നമുക്ക് കേൾക്കുവാൻ തക്കോണം ദൈവം അവിടുന്ന് സഹായിച്ചു. ഞാനും ഈ ദിവസങ്ങളായിട്ട് വളരെയധികം ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെ എല്ലാം കടന്നു പോവുകയാണ്. ഒരു വർഷമായി അടിയന്റെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതെല്ലാവർക്കും അറിയാം. എങ്കിലും കർത്താവ് ഓരോ ദിവസവും എന്നെ അവിടുന്ന് ബലപ്പെടുത്തുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന മുഖാന്തരം ഇത്രത്തോളം നിലനിൽക്കുവാൻ തക്കോണം ദൈവം അവിടുന്ന് സഹായിച്ചു. എന്നാൽ ഇന്ന് ഈ സന്ധ്യയില് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കോണം ദൈവമേ ഇത് എന്നോട് തന്നെ ആയിരുന്നല്ലോ എന്ന് എനിക്കത് ഓർക്കുവാനായിട്ട് ഇടയായി. ദിവസങ്ങളായിട്ട് ഓരോ വിഷയങ്ങളുടെ മുഖത്ത് മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാവും, എങ്ങനെ ഞാൻ ഇനി എങ്ങനെയാവും എൻ്റെ കാര്യങ്ങള്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ വളരെയധികം ഭാരവും പ്രയാസവും എല്ലാം ഉണ്ടായി. തനിച്ചാവുന്നതായ ഒരവസ്ഥ വളരെയധികം അത് ഭാരം ഉളവാക്കുന്ന ഒന്നാണ്. എങ്കിലും കർത്താവ് ഒരു ദിവസത്തോളം താങ്ങി നടത്തുന്നതിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് പ്രിയ ആന്റിയിൽ കൂടി ഈ മെസ്സേജ് എന്നോട് തന്നെ ശക്തമായി അവിടുന്ന് കർത്താവോടുന്ന് സംസാരിക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ പ്രവൃത്തികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ പരിപാലിച്ച് വഴി നടത്തും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമ്മളൊന്നും കൊണ്ടും ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്നെല്ലാം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിച്ചു. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെ ദൈവത്തിന്റെ മേൽ ഇട്ടുകൊണ്ട് നമ്മുടെ ഭാരങ്ങളൊക്കെ കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതായിട്ട് കാര്യമില്ല. എന്നാലും നമ്മൾ മാനുഷികമായ നിലകളിൽ ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ആശ്രയിക്കുവാൻ ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിലാണ് ഞാനും ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നത്. കർത്താവ് ഓരോ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഭാരങ്ങളൊക്കെ നമ്മുടെ മേൽ നമുക്കുണ്ടെങ്കിലും കർത്താവ് ആ സമയങ്ങളിലെല്ലാം ദൈവത്തിന്റെ വചനം അയച്ച് അവിടുന്ന് ബലപ്പെടുത്തുന്ന അവന്റെ കൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കുക എന്നുള്ള വചനങ്ങളെല്ലാം കേൾക്കുവാനും എന്നെ തന്നെ അവിടുന്ന് ദൈവസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയില് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനും അവനിൽ ആശ്രയം വെപ്പാൻ തക്കവണ്ണം ഈ വചനങ്ങൾ മുഖാന്തരം അവിടുന്ന് ഇടയാക്കിയതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാം, ദാവീദ്, യോസഫ്, ഹന്ന എന്നിവരുടെ എല്ലാം ജീവിതങ്ങള് നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നു പോയപ്പോഴും കർത്താവ് അവരെ അവിടെ നിലനിർത്തി. ദൈവം അവരെ പരിപാലിച്ചു. ദൈവം അവർക്ക് കൂട്ടായി ഉണ്ടായിരുന്നു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം പ്രിയാന്റിയിൽ കൂടി അവിടുന്ന് കേൾപ്പിച്ചതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്രത്തോളം അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദി ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. അടുത്തതായിട്ട് ഒരു സോളോ സോങ് ആണ്. അതിനുവേണ്ടി സിസ്റ്റർ നീന ഫിലിപ്പ് ക്ഷണിച്ചോളുന്നു. എന്റെ അനിയത്തിയുടെ മോള് ആക്സയുണ്ട്. ആക്സ മോൾക്ക് പാടാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് മോളെ, പ്രൈസ് ദി ലോർഡ്. ഞാനേകനാകും എന്റെ കൈവിടുമോ, ആരു പറഞ്ഞാലും
ഞാനേകനാകുമോ? ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ? ആഴേരോളങ്ങൾ ആർത്തിരം വീടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നെങ്കിൽ പണ്ടു തന്നെ തകർന്നു പോയിനി ഞാൻ, പണ്ടു തന്നെ വാടി വീണേനെ. ആരു പറഞ്ഞാലും ഞാനേകനാകുമോ? ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ? ആരു പറഞ്ഞാലും ഞാനേകനാകുമോ? ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടും. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗാനം പ്രിയ കുഞ്ഞിൽ കൂടി കേൾക്കുവാൻ അവിടെ നിന്ന് ദൈവം സഹായിച്ചു. ഞാൻ ആര് പറഞ്ഞാലും ഞാൻ ഏകനാകില്ല എന്നുള്ള ആ ഒരു പാട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. ആര് പറഞ്ഞാലും നമ്മൾ ഏകനല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ആ ഗാനം പാടുവാൻ തക്കവണ്ണം കുഞ്ഞിനെ അവിടെ നിന്ന് ബലപ്പെടുത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി കുഞ്ഞിനെ ഇനി അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാം ബൈബിൾ റെഫറൻസ് ആണ്. അതിനുവേണ്ടി നമ്മുടെ ഷേൽ സിസ്റ്റർ ക്ഷണിച്ചോളുന്നു. പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷയ്ക്കും അവിടെ ഇന്ന് പൽക്കാലം നമ്മളോടുകൂടി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആക്ച്വലി നമ്മുടെ റെനി ഷാജി സിസ്റ്റർ, എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ? അതെ, ക്ലിയറാ. എനിക്ക് ഇങ്ങോട്ട് ഡബിൾ കേൾക്കുന്നു. എല്ലാവരും ഓൺ ചെയ്തിട്ടുണ്ട്. റെനി ഷാജി സിസ്റ്റർ ആയിരുന്നു നടത്തേണ്ടത്. പുള്ളിക്കാരിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് ചെയ്യാമെന്ന് ഏറ്റത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 എണ്ണം ഉണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? എനിക്ക് ഇങ്ങോട്ട് ഒത്തിരി ചെറിയൊരു എക്കോ ഉണ്ട് മോളെ. എല്ലാരും ഓൺ ചെയ്തോണ്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ? ബസ് അത് മതി. ഒന്നാമത്തേത് എല്ലാവർക്കും തുറന്ന് വായിക്കാം. എസ്ര 2:41. എസ്ര 2:41. സംഗീതക്കാർ ആസാഫ്യർ 128. യെസ്, കറക്റ്റ്. മറിയാം ആൻറ്റി. ഒരു മിനിറ്റ് ഞാൻ എഴുതിക്കോട്ടെ. സോങ് ടെസ്റ്റ് മറിയാം ആൻറ്റി. അടുത്തത് നെക്സ്റ്റ് വൺ വെളിപ്പാട് 21:10. വെളിപ്പാട് 21:10. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻ മലയിൽ കൊണ്ടുപോയി. ഓക്കെ ഓക്കെ, ഡേസി സിസ്റ്റർ. തേർഡ് വൺ ഹോഷിയ 15:7. ഇല്ല, ഞങ്ങൾ നോക്കിയിരുന്ന ആരാ പറയുന്ന സോഫി മാമ. ഇല്ലേ? ഇല്ല, അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല. എന്തെങ്കിലും കുരുത്തക്കേട് 14 വരെ ഉള്ളൂ. 14 വരെ ഉള്ളു. അടുത്തത് നാലാമത്തേത് 2 രാജ 25:29. 2 രാജ 25:29. 25-ന്റെയോ? അതെ, 25. കാരാഗ്രഹ വസ്ത്രം മാറ്റി. എനിക്ക് ഇന്ന് സോഫി മാമ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് ഡൽഹിക്കാർക്ക് കേൾക്കാൻ വയ്യ, ഒന്നും കേൾക്കുന്നില്ല. എന്തോടെ മഴയാണോ? എന്തുവാ അമ്മാമേ, ബാക്കി എല്ലാവർക്കും കേൾക്കാമല്ലോ. കേക്കാം. അവിടെ മഴയോ ഇടിയോ വല്ലോ ആണോ? വേറെ ഏതൊക്കെയോ ഐഡി മ്യൂട്ട് ചെയ്യാൻ പറ. അവര് വായിക്കാൻ വേണ്ടിയല്ലേ? ഉത്തരം പറയാൻ പറ്റത്തില്ലേ? അതുകൊണ്ടാ പറയാൻ പറ്റത്തില്ല. എല്ലാരും ഓൺ ചെയ്തേക്കുന്നുണ്ടാവാം. ശരി, അടുത്തത്
മലാഖി 4:6, 4:6, മലാഖി 4:6. യഹോവയായ ഞാൻ ഞാൻ വന്നു വന്നു ഭൂമിയെ മറിയാമാൻറ്റി എനിക്ക് അറിയാൻ അതേ വേണ്ടി കേട്ടോ അറിയാൻ മറിയാമാൻറ്റി. വേണ്ടി. ഓക്കെ, ഞാൻ വന്നു. അടുത്തത് സഭാപ്രസംഗി 11:7. സഭാപ്രസംഗി 11:7. പണ്ട് ആയിരുന്നവർ പൊടി പണ്ടായിരുന്നതുപോലെ വെളിച്ചം മനോഹരവും വെളിച്ചം വെളിച്ചം മനോഹര മനോഹരം വെളിച്ചം നീന സിസ്റ്റർ പറഞ്ഞു. ഓക്കെ, 11:7 11:7. 11ആണോ? ഞാൻ 11:7 പൊടി പണ്ടായിരുന്നതുപോലെ ഇല്ല, ഭൂമിയിലേക്ക് വെളിച്ചം എന്നുള്ളതാ, വെളിച്ചം മനോഹരം എന്നുള്ളതാ. അത് 11. അതൊക്കെ ഫുൾ സ്റ്റോപ്പ് ഒക്കെ നോക്കിയിട്ട് ഞാൻ നമ്മളായിട്ട് വേറെ യൂത്ത് മീറ്റിങ്ങിനൊക്കെ ഞാനിങ്ങനെ ഭയങ്കര കഠിനമായ ഇത് ഇടാറുണ്ട്. നിങ്ങൾ കണ്ണ് അല്ല, കാണാൻ പറ്റാത്തവരെ നമ്മളല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ സിമ്പിൾ ഇട്ടത്. ഞാൻ 12:7 വായിച്ചത്, അതുകൊണ്ട് 11:7. ഓക്കെ, നെക്സ്റ്റ് വൺ, 7th വൺ. എന്താ സംഖ്യാപുസ്തകം, സംഖ്യ 9:18. സംഖ്യ സംഖ്യ 9:18. യഹോവയുടെ ആ, കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടു. കറക്റ്റ്. ഗീതു കുഞ്ഞ് ഒരു പോയിന്റ്. ഓക്കെ, അടുത്തത് 8ാമത്തേത് നെഹമ്യാവ് 2:10. നെഹമ്യ 2:10. നെഹമ്യ 8:10. 2:10. 2:10. ഫറോന്യനായ ആരാ വെച്ചേ? ഓരോന്നിനായ സമ്പൽ എന്റെ ദൈവത്തിന്റെ കൈ അല്ല, ശാന്തമാനി വായിച്ചു. ആരാ വായിച്ചേ? ഇപ്പം എന്റെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആരാ വായിച്ചേ? ഗീതു വന്നോ? എന്റെ ദൈവത്തിന്റെ കൈ അല്ലല്ലോ, ഫറോന്യനായ സൽബത്തും അല്ലേ, സൻബല്ലത്തും. ഹോരോന്യനായ. അതെ, ഒരു 2 പ്രാവശ്യം പറയുവാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞല്ലോ. അടുത്തത് നോക്കിയോ, ഞാൻ 3 പ്രാവശ്യം പറയും, കേട്ടോണ്ട്. എഹെസ്കേൽ 7:10. എഹെസ്കേൽ 7:10. ഒന്നുകൂടെ പറയുന്നു, എഹെസ്കേൽ 7:10. ഇതാ നാളിതാ അത് വരുന്നു. യെസ്. സോഫി മാം ഇന്ന് ഭയങ്കര ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എല്ലാരും റെഡി ആയിട്ടിരുന്നോട്ടെ. എഹെസ്കേൽ 7:20. അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി. നീന സിസ്റ്റർ. ഓക്കെ, ആ പേജ് തന്നെ 7 അദ്ദേഹം തന്നെ ഇപ്പൊ വായിച്ചത്, ആദ്യം വായിച്ചത്. ഓക്കെ, താങ്ക് യു. ബാക്കി ഇനി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. കഴിഞ്ഞു, ഞാൻ പോയിന്റ്സ് പറയാം. മറിയാം ആൻറ്റി 2 points, ഡെയ്സി ജോയ് 1 point, സോഫി മാമ 3 points ആൻഡ് എന്താ 1ാം സ്ഥാനം. നീന സിസ്റ്റർ 2 points, ഗീതു 1 point, ശാന്തമ്മ ആൻറ്റി 1 point. ഓക്കെ, താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ പ്രിയ ഷാലി സിസ്റ്റർക്ക് നമ്മുടെ ബൈബിൾ റെഫറൻസ് അവതരിപ്പിക്കാൻ ദൈവം അവിടുന്ന് സഹായിച്ചു. അതിനായി നന്ദിയുണ്ട്. ദൈവം ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. പ്രോഗ്രാം നടത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അവിടുന്ന് ഉപയോഗിച്ചതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിൽ എല്ലാവരും പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. എന്നാൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ സോഫി ആന്റി വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. സിസ്റ്റർ ഒരു മിനിറ്റ്, ഡെയ്സി സിസ്റ്റർ 1 മിനിറ്റ്. നമ്മുടെ ശാന്തമാൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പാട്ടിനുള്ള സമയം ഇപ്പം കൊടുത്തായിരുന്നു. ശാന്തമാന്റിയുടെ പാട്ട് അത് ഞാൻ പറയാൻ വരുമായിരുന്നു. ശാന്തമാന്റി പാടിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് മതി അടുത്ത. ശാന്തമാന്റി ജോയിൻ ചെയ്തല്ലേ? ഉണ്ട്. ശാന്തമാന്റി ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷയ്ക്കും സിസ്റ്റർക്കും എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ക്രൂശും ചുമന്നിതായ യേശുവേ, നിന്റെ പിന്നാലെ ഞാൻ വന്നിടുന്നേ. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ
തിരുമുമ്പിൽ ചാരിടുന്നേ. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ തിരുമാർവിൽ ചാരിടുന്നേ. ആശ്രിതർക്കഭയം നൽകുന്നോനേ, അനാഥനായ എന്നെ നീ വിടുകയില്ല. സ്നേഹത്തിൻ കരതലം നീട്ടി എന്റെ കരം പിടിച്ചനുദിനം നടത്തിടുന്നു. സ്നേഹത്തിൻ കരതലം നീട്ടി എന്റെ കരം പിടിച്ചനുദിനം നടത്തിയിടുന്നു. ക്രൂശും ചുമന്നിതാ എന്നേശുവേ, നിന്റെ പിന്നാലെ ഞാൻ വന്നിടുന്നേ. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ തിരുമാർവിൽ ചാരിടുന്നേ. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ തിരുമാർവിൽ ചാരിടുന്നേ. നിന്നാപരിഹാസം ഞെറിടുമ്പോൾ, നിന്നിലെ കൺകൾ ഉയർത്തിടുമ്പോൾ, എൻ മുഖം ലജ്ജിച്ചു പോയിടാതെ വൻകൃപയാൽ എന്നെ താങ്ങുന്നല്ലോ. എൻ മുഖം ലജ്ജിച്ചു പോയിടാതെ വൻകൃപയാൽ എന്നെ താങ്ങുന്നല്ലോ. ക്രൂശും ചുമന്നിതാ എന്നേശുവേ, നിന്റെ പിന്നാലെ ഞാൻ വന്നിടുന്നു. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ തിരുമാർവിൽ ചാരിടുന്നേ. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ തിരുമാർവിൽ ചാരിടുന്നേ. ചൂടേറുമീവൻ പാഴ്മാരൂവിൽ ക്ഷീണിതനായി ഞാൻ ചേർന്നിടാതെ. ചൂടേറുമീ പാഴ്മരുവിൽ ക്ഷീണിതനായി ഞാൻ ചേർന്നിടാതെ പുതുശക്തി പകർന്നെന്നെ കാക്കുന്നല്ലോ. കൃപയിൻ നിഴലിൽ നീ മറയ്ക്കുന്നല്ലോ. പുതുശക്തി പകർന്നെന്നെ കാക്കുന്നല്ലോ. കൃപയിൻ നിഴലിൽ നീ മറയ്ക്കുന്നല്ലോ. ക്രൂശും ചുമന്നിതാ എന്നേശുവേ, നിന്റെ പിന്നാലെ ഞാൻ വന്നിടുന്നു. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ തിരുമാർവിൽ ചാരിടുന്നേ. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ തിരുമാർവിൽ ചാരിടുന്നേ. പാവന ജീവിതം നയിച്ചവനെ, പാവനമായ എന്നെ കാത്തിടണേ. കറചുളുക്കം വാട്ടം മാലിന്യങ്ങൾ യേശാതെ തിരുമുമ്പിൽ നിന്നിടട്ടെ. കറചുളുക്കം വാട്ടം മാലിന്യങ്ങൾ യേശാതെ തിരുമുമ്പിൽ നിന്നിടട്ടെ. ക്രൂശും ചുമന്നിതാ എന്നേശുവേ, നിന്റെ പിന്നാലെ ഞാൻ വന്നിടുന്നു. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ തിരുമാർവിൽ ചാരിടുന്നേ. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ തിരുമാർവിൽ ചാരിടുന്നേ. സിയോനിൽ നിന്നോടു ചേർന്നിടുവാൻ സ്നേഹത്താൽ ബന്ധിതനായി വരുന്നേ. നാൾ തോറും പ്രത്യാശയേറിടുന്നേ. തിരുമുഖം കണ്ടു ഞാൻ വാണിടുമേ. നാൾ തോറും പ്രത്യാശയേറിടുന്നേ. തിരുമുഖം കണ്ടു ഞാൻ വാണിടുമേ. ക്രൂശും ചുമന്നിതാ എന്നേശുവേ, നിന്റെ പിന്നാലെ ഞാൻ വന്നിടുന്നു. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ തിരുമാർവിൽ ചാരിടുന്നേ. തളർന്നിടാതെ യാത്ര തുടർന്നിടുവാൻ
തിരുമാർവിൽ ചാരിയിടുന്നേ. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആന്റി അവിടുന്ന് ശാന്തമാന്റി വളരെ അനുഗ്രഹപ്രദമായിട്ട് ആ പാട്ട് പാടുവാൻ തക്കോണം ദൈവം അവിടുന്ന് സഹായിച്ചു. ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നതായ ആ കർത്താവിനെ നോക്കിയുള്ള യാത്രയെ കുറിച്ചുള്ള ആ ഗാനം വളരെയധികം മനോഹരമായി പാടുവാൻ നല്ല ഈ പ്രായത്തിലും ദൈവം ഇത്രത്തോളം നല്ല ടൂണോടുകൂടി പാടുവാൻ തക്കോണം സർവശക്തനായ ദൈവം അവിടുന്ന് ഇടയാക്കി. അതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി ആന്റിയെ ഇനിയും പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അവിടുന്ന് ഇനിയും ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനി അടുത്തതായിട്ടുള്ള പ്രോഗ്രാം എൻ്റെ ഒരു പ്രോഗ്രാമാണ്. ബൈബിൾ സോങ് റെഫറൻസ് ആണ് എൻ്റെ പ്രോഗ്രാം. ബൈബിൾ കിസ് അല്ലേ അടുത്തത്? അതെ അതെ, അടുത്തത് ബൈബിൾ കിസ് ആണ്. അടുത്തത് ബൈബിൾ കിസ് ആണ്. സോഫിയാന്റിയുടെ പേരാണ്. സോറി, ഞാന് ബൈബിൾ കിസ്. ഓക്കെ, എല്ലാരും റെഡിയാണോ? എല്ലാരും വായിച്ച് തകർത്തിട്ടാണോ വന്നേ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം തൊട്ട് 5-ാം അധ്യായം വരെയുള്ള ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാരും വായിച്ചാ? ഒരു പ്രാവശ്യം വായിച്ചു. ഒരു പ്രാവശ്യം വായിച്ചല്ലോ, ഉത്തരം പറയാൻ പറ്റും. ഇനി ബൈബിള് നോക്കി പറയണ്ട, ബൈബിള് നോക്കാതെ പറയാം കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ, മത്തായിയുടെ സുവിശേഷത്തിന് പൊതുവായിട്ടൊരു ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ ചോദിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 28. അറിയാൻ വേണ്ടിയാ. എഴുതുന്നില്ലേ? എഴുതുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, രാഹാബിന്റെ ഭർത്താവിന്റെ പേരെന്ത്? ആരുടെ? രാഹാബിന്റെ ഭർത്താവിന്റെ പേരെന്ത്? ഭർത്താവിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഭർത്താവില്ല. ഭർത്താവിന്റെ പേര് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല, തെറ്റാ. രാഹാബിന്റെ ഭർത്താവിന്റെ പേര് ഉണ്ടോ അതിനകത്ത്? രാഹാബ് എന്നൊരു വേശ്യെന്നല്ല ഭർത്താവിന്റെ പേര് പറഞ്ഞത്. അപ്പൊ മത്തായിയുടെ സുവിശേഷം വായിച്ചില്ല. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം തൊട്ട് 5-ാം അധ്യായം വരെ ഉള്ളതിനകത്തുനിന്നാ ക്വസ്റ്റ്യൻ ചോദിക്കണേ. നോക്കിയെങ്കിലും പറ. അത് വേണ്ട, ബാക്കി ക്വസ്റ്റ്യൻസ് കിടക്കുമല്ലേ, അത് അവസാനം. എങ്ങനെ? ബാക്കി ക്വസ്റ്റ്യൻസ് കിടക്കുമല്ലേ, അത് ഞങ്ങൾ ബാക്കി. നീന പറയുന്നത് ക്ലിയർ ആകുന്നില്ല, അവിടുന്ന് പറവറാന്നാ കേൾക്കുന്നത്. പാട്ട് പാടിയപ്പോഴും അങ്ങനെ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം കിടക്കുമല്ലേ. ക്വസ്റ്റ്യന്റെ ആൻസർ നോക്ക്. ബാക്കി ക്വസ്റ്റ്യൻ അവിടെ കിടക്കും. ഷൽമോൻ. അല്ല, നോക്കിയാണേലും പറഞ്ഞല്ലോ. ഭർത്താവ് ഇല്ലെന്ന് ഓരോരുത്തർ പറഞ്ഞു, നോക്കി പറയാൻ പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതൊരിച്ചിരി ഒരു 3-4 പേരാ പറയാനുള്ളത്. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഉൾപ്പെട്ട സ്ത്രീകൾ. പറഞ്ഞു, ഒരാളുടെ പേര് മാത്രം പറയൂ. സ്ത്രീകൾ പലരുണ്ട്. ഇല്ല, ലേയ ഇല്ല. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഉൾപ്പെട്ട സ്ത്രീകൾ. ഒരാളല്ലല്ലോ ലീന, പറ. രൂത്ത്, താമർ, മറിയ, രാഹാബ്, രൂത്ത്, ദാവീദിന്റെ
ഊര്യാവിന്റെ ഭാര്യ എന്നേ ഉള്ളൂ അല്ലേ? അല്ല, ബത്ശേബ, പേരുണ്ട്. ബത്ശേബ, 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 ബത്ശേബ. ബത്ശേബ. താമാർ, രാഹാബ്, രൂത്ത്, ബത്ശേബ, മറിയ. 5 പേരാ. ആർക്കാ ഞാൻ പോയിന്റ്സ് കൊടുക്കേണ്ടത്? ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിപ്പോ പലരും പറഞ്ഞു ഉത്തരം. അതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ. ചോദ്യകർത്താവിനാണ് മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. അബ്രഹാം മുതൽ ക്രിസ്തു വരെ എത്ര തലമുറ? 14. 14 മുതൽ 28, 10, 38, 4, 42. 42 എന്നാരാ പറഞ്ഞേ? കറക്റ്റ്. നീന സിസ്റ്റർ ഞാനും പറഞ്ഞു, പക്ഷെ പുള്ളിക്കാരി കൂട്ടി വരുമായിരുന്നു. ഓക്കെ. അബ്രഹാം യോസെഫും മറിയയും മിസ്രൈമിൽ പാർത്തിരുന്നത് എന്ന് വരെ? യോസെഫും മറിയയും മിസ്രൈമിൽ പാർത്തിരുന്നത് എന്ന് വരെ? ശുദ്ധീകരണ കാലം തികയും വരെ. അല്ല, അല്ല, ഞാൻ വായിച്ചില്ല. വായിച്ചില്ലേ? എടുക്കി. നോക്കിയെങ്കിലും പറഞ്ഞു. നോക്കിക്കോ. കർത്താവ് മരിക്കുന്നവരെ, മരിച്ചു കഴിഞ്ഞ് ആരാ? ഫറവോൻ മരിക്കുന്നത് വരെ. അല്ലല്ല, മറിയമാൻറ്റി പറഞ്ഞപ്പോ ഉത്തരം. ഹെരോദാവ് സോറി. ഹെരോദാവിന്റെ മരണം. നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മറിയമാൻറ്റി ഉത്തരം പറഞ്ഞു. ഇസ്രായേലിലേക്ക് പോയി. യഹൂദയിൽ ഹെരോദാവിന് പകരം വന്ന രാജാവ് ആര്? അർക്കലയോസ്. മറിയമാൻറ്റി. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും നല്ലതായിട്ട് അറിയാം. പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയത്. യോഹന്നാൻ സ്നാപകന്റെ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു? ഒട്ടകരോമം കൊണ്ടുള്ള ഒരാൾ ഉത്തരം പറഞ്ഞു തുടങ്ങിയതാരാ? നീന സിസ്റ്റർ പറഞ്ഞു. ഓക്കെ. എവിടുന്ന് ഒരു സൗണ്ട് കേട്ടു. ഒരു എക്കോ. ഷേർലി എടുക്കണം. എല്ലാരും ഓൺ ചെയ്തിട്ടത് കൊണ്ടാണ് ആയിരിക്കും. അല്ല, ഷേർലി എടുക്കണം അല്ലേ? അല്ല, ഇപ്പോഴും വരുന്നുണ്ട് ഷേർലി അത് മ്യൂട്ട് ചെയ്തപ്പോഴും വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചേ? 7 ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ? 7 അടുത്ത. യേശു മരുഭൂമിയിൽ നേരിട്ട ഒന്നാമത്തെ പരീക്ഷ എന്ത്? കല്ല് അപ്പമായി തീരാൻ പറഞ്ഞത്. അതെ, മറിയമാൻറ്റി. അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്. പരീക്ഷാനന്തരം യേശുവിനെ ശുശ്രൂഷിച്ചതാര്? ദൂതന്മാർ. മറിയമാൻറ്റി. ഞാനാ പറഞ്ഞ ആരായിരുന്നു? ശാന്തമാൻറ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് പറഞ്ഞത്. എന്നാലും ശാന്തമാൻറ്റി യോഹന്നാൻ തടവിലായെന്ന് കേട്ടപ്പോൾ യേശു എവിടേക്കാണ് പോയത്? ഗലീലയ്ക്ക്. അതെ, ജെനിയാണ് ഉത്തരം പറഞ്ഞത്. ഞാൻ പറയാൻ തുടങ്ങിയതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇതില് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളില് 2 അധ്യായങ്ങളില് 25 വാക്യം വീതമുണ്ട്. അത് ഏതൊക്കെ അധ്യായം എന്ന് പറയാം? 1, 4. വെരി ഗുഡ്. 1, 4 25 വാക്യം വീതം. പറയാൻ വേണ്ടി നോക്കി വെച്ചേക്ക്.
അല്ല അല്ല ഞാനത് നേരത്തെ നോക്കി. എന്റെ ബൈബിൾ അടച്ചു വെച്ചിട്ടുണ്ട്. അതേ കണ്ട ബൈബിള് ഈ സൈഡിൽ മാറ്റി വെച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? എന്തായാലും ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുവാണേ. ആരെ ഒഴിഞ്ഞു കളയരുതെന്നാണ് യേശു പറഞ്ഞത്? ആരെ ഒഴിഞ്ഞോ? ആരെ ഒഴിഞ്ഞു കളയരുതെന്നാണ് യേശു പറഞ്ഞത്? ഈ 5 അധ്യായങ്ങൾക്കിടയ്ക്കുള്ള ചോദ്യം ഇത്. ഏതോ എന്തോ ഈ 5 അധ്യായത്തിനുള്ളിലുള്ള ചോദ്യമാണ്. അപ്പൊ ഇതേ ചോദ്യത്തിന് ഉത്തരം വേറെ എവിടെയെങ്കിലും കാണും, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു പറഞ്ഞു. ഈ 5 അധ്യായത്തിന്റെ ഉള്ളിലുള്ള ചോദ്യമായത്. ആരെ ഒഴിഞ്ഞു കളയരുതെന്നാണ്? നോക്കി പറഞ്ഞോട്ടെ. പറഞ്ഞു, നോക്കിക്കോ. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ. അതെ അതെ, നോക്കിയാ പറഞ്ഞത്. എത്രയാ? അത് 5:42. 42. ഓക്കെ, അത് ഞാൻ നോക്കിയില്ല. മതിയല്ലോ ക്വസ്റ്റ്യൻ മതിയല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ ഞാൻ. സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടുന്നവൻ ആര്? ഏറ്റവും ചെറിയവൻ അല്ല. സ്വർഗരാജ്യത്തിൽ ആത്മാവിൽ അല്ല അല്ല. ശിശുവാണോ? ശിശു. സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടുന്നവൻ ആര്? വലിയവൻ തന്നെത്താൻ താഴ്ത്തുന്നവനാണോ? അല്ല. അതുപോലെ എളിയവൻ. അതാണ് വായിച്ചത്, പക്ഷെ മറന്നു. ഞാനിത് എല്ലാവർക്കും അറിയാവുന്ന ഈ ക്വസ്റ്റ്യൻ ഞാൻ വിട്ടിട്ടാ ചോദിച്ചത്. വായിച്ചതാണ്, പക്ഷെ മറന്നുപോയി. കേൾക്കുന്നില്ല ഷെർലി? ന്യായപ്രമാണം ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. അതെ അതെ, കറക്റ്റ്. അതാ ഞാൻ വായിച്ചതായിരുന്നു, പക്ഷെ മറന്നുപോയി. നോക്കി പറഞ്ഞു. ഓക്കെ, അപ്പൊ കഴിഞ്ഞിരിക്കുന്നു. അറിയാൻ വേണ്ടി അത് പഠിച്ചോണ്ട് പോയത്. 13 ടോട്ടലായി. ഇനിയും ചോദിക്കണോ? 2 കൂടെ ചോദിക്കണോ? 15 ടോട്ടൽ 15 ആക്കാം. 15 ആക്കായിരുന്നല്ലേ? ചോദിക്കാലോ, ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ. ഞാൻ കഥ പറഞ്ഞോട്ടെ. വീട്ടിൽ പോകണം. ക്വസ്റ്റ്യൻ വേണ്ടേ? 2 ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട് 2 ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട്, കാരണം 15 അങ്ങ് ആക്കാന്. മരണത്തിന്റെ ദേശത്തിന് നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് പ്രവചിച്ചതാര്? അടുത്ത ക്വസ്റ്റ്യൻ. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ സ്വർഗരാജ്യം ആർക്കുള്ളതാണ്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ആത്മാവിൽ ദരിദ്രരായ സ്വർഗരാജ്യം. ആത്മാവിൽ ദരിദ്രരായവർക്ക്. അതെ അതെ. അപ്പോൾ 1 2 3 4 5 മറിയാമ്മ ആന്റി 5 പോയിന്റ്, ഷേർലി 3 പോയിന്റ്, നീന സിസ്റ്റർ 2 പോയിന്റ്, ശാന്തമാന്റി 1 പോയിന്റ്, ജെനി ചേച്ചി 3 പോയിന്റ്. നമ്മൾ ടൈ ആണ്. ടൈ പിന്നെ അഴിക്കാം നമുക്ക്. ടൈ ആണോ? മറിയാമാന്റിക്ക് ഏറ്റവും 5 പോയിന്റ്. 15. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഫസ്റ്റ് വന്നല്ലോ. കിട്ടിയോ? ഓക്കെ. സെക്കൻഡിനാ, അത് സാരമില്ല. ഓക്കെ, അപ്പൊ നീനക്ക് കഥക്ക് സമയം കൊടുക്ക. നീന പോകാൻ തിരക്കൂട്ടി നിൽക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രോഗ്രാം ആയിരുന്നു ആന്റി ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാവർക്കും അതിൽ പങ്കെടുക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. വളരെയധികം സമയം ചെലവഴിച്ച് അത് എഴുതിയുണ്ടാക്കുവാനൊക്കെ ആന്റിയോടൊന്ന് ബലപ്പെടുത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ കൂടുതൽ പോയിന്റോട് കൂടി മറിയാമ്മ ആന്റി അവിടുന്ന് പാസ്സായിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അടുത്തതായിട്ട് നമ്മുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ബൈബിൾ ക്വിസിന്റെ
സെപ്റ്റംബർ മാസം 11, 12 തീയതിയിൽ നടക്കുന്ന വോട്ടിങ്ങിന്റെ സമയത്ത് കൊടുക്കുന്നതായിരിക്കും. ആൾക്കാർ സ്ഥലത്തെത്തണം, അയച്ചു കൊടുക്കത്തില്ല. സ്ഥലത്തെത്തുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ. ഈ സ്വർഗരാജ്യം ആർക്കുള്ളതാന്ന് പറഞ്ഞല്ലോ. അത് ആത്മാവിൽ ദരിദ്രരായവർക്കും സ്വർഗരാജ്യം അവർക്കുള്ളത്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കും സ്വർഗരാജ്യമുണ്ട്. അത് ഈ സെയിം അധ്യായത്തിൽ തന്നെയാണോ? അത് തന്നെ. ആ, പക്ഷെ ഞാൻ എഴുതി വെച്ചേക്കുന്നത് തന്നെ ജെനി പറഞ്ഞത്. അത് 10 നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പക്ഷെ ആദ്യം ജെനി പറഞ്ഞു, മറിയാമ്മേന്റെ ഇത് പറഞ്ഞിട്ട് ബൈബിൾ റെഫറൻസ് പറയാമായിരുന്നു. ഇതും ഉണ്ടെന്ന്, 2 സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന് പറഞ്ഞ 2 വാക്യം ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഉണ്ട്. ഓക്കെ. അടുത്തത് ഷോർട്ട് സ്റ്റോറിക്കായി നീന ഫിലിപ്പ് സിസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. മാത്രം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് നിങ്ങൾ എന്താ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യും. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കി, ഒരെണ്ണം ചപ്പാത്തി ഉണ്ടാക്കി മറ്റുള്ളവർക്കായിട്ടുള്ള ഒരു കരുതൽ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ തൂക്കി ഇടുമായിരുന്നു. അപ്പം അത് പതിവായിട്ട് വന്ന് ആഹാരം ഇല്ലാത്ത ഒരു വൃദ്ധൻ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പൊ ഈ മനുഷ്യൻ വന്ന് എടുക്കുമ്പോഴെല്ലാം പറയും, നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിന്റെ പ്രതിഫലം കിട്ടും. ഈ വാക്കും പറഞ്ഞിട്ട് അങ്ങ് പോകും. കുറേ ദിവസമായിട്ട് ഈ സ്ത്രീ പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്നും ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെക്കുന്നതല്ലേ, അത് എടുത്തോണ്ട് പോകുമ്പോൾ ഒരു നന്ദി വാക്ക് പറയും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. അപ്പം 1 ദിവസമായി, 2 ദിവസമായി, കുറേ ദിവസമായി. അവസാനം ഇവരങ്ങ് മുഷിഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് ഇയാളെ വക വരുത്തിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തെന്നറിയോ, അന്നുണ്ടാക്കിയ ആ ചപ്പാത്തിക്കകത്ത് ഇച്ചിരി വിഷമൊക്കെ പുരട്ടി കൊണ്ടുപോയി അത് തൂക്കിയിടാനായിട്ട് പോയി. അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ മനസാക്ഷി പെട്ടെന്ന് പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ട്, എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറെ നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് തന്നെ കൊണ്ടുപോയി തൂക്കിയിട്ടു. അത് കഴിഞ്ഞപ്പം അന്ന് വൈകുന്നേരം വരെയും താൻ ഓമനിച്ച് വളർത്തിയ മോനെ കാത്തിങ്ങനെ ഇരിക്കുവോ, ഇപ്പം വരും എന്നും പറഞ്ഞിങ്ങനെ കാത്തിരിക്കുക. രാത്രിയായി, ഏറെ സമയമായി, കാണുന്നില്ല. ഒരുപാട് വൈകി അർദ്ധരാത്രിയോടെ മോൻ വല്ലാത്ത വികൃതനായി, ദേഹം മുഴുവനും മുറിവും ചോരയും ഒക്കെ ആയിട്ട് ആ മോനിങ്ങനെ വന്നു കയറി കഴിഞ്ഞപ്പം പറഞ്ഞു, അമ്മേന്ന് വിളിച്ചു. അമ്മ ഓടിയെത്തി. കണ്ടാൽ മനസ്സിലാവാത്ത ഒരു രൂപമായിട്ട് മോനിങ്ങനെ മുമ്പേ നിൽക്കുക. അപ്പം എന്നിട്ടൊരു ചപ്പാത്തിയുടെ മുറി എടുത്ത് അമ്മയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ ഇന്നൊരു സംഭവം ഉണ്ടായി, ഞാൻ വല്ലാത്തൊരു ആക്സിഡന്റിൽ പെട്ടു, മുറിവേറ്റു. അപ്പൊ ഒരു വൃദ്ധൻ ഓടി വന്ന് എനിക്കൊരു ചപ്പാത്തി തന്നു. അതിൽ ഞാൻ കുറച്ച് കഴിച്ചു, വെള്ളവും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് കൊടുത്തു. ഈ സ്ത്രീ വല്ലാതെ ഷോക്കേറ്റു. എൻ്റെ ദൈവമേ, ഞാൻ ആ ചപ്പാത്തി വിഷം പുരട്ടിയ ചപ്പാത്തി ആയിരുന്നു കൊടുത്തു വിട്ടിരുന്നതെങ്കിൽ അതെന്റെ മോൻ കഴിച്ച് മരണപ്പെടുമായിരുന്നല്ലോ. അപ്പം എനിക്കത് ചെയ്യാതിരുന്നത് എത്ര നല്ലതായി. ആ വൃദ്ധൻ എല്ലാ ദിവസവും ഇത് പുലമ്പിയിട്ടും എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഞാൻ ചെയ്ത നന്മയ്ക്ക് ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ച് ഞാൻ ജീവിക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അനുദപിക്കാനും നല്ലൊരു സ്ത്രീയായി തന്നെ സമർപ്പിച്ച് രൂപാന്തരപ്പെടുത്താനും ഇടവന്നു. ദൈവമക്കളെ, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മനുഷ്യർക്ക് ചെയ്യേണ്ടത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യുവാൻ നിങ്ങൾ എന്തിച്ഛിക്കുന്നോ, നമ്മൾ ഒരിക്കലും വേറൊരാൾ നമുക്കൊരു ദോഷം ചെയ്യാനോ ഒരു തിന്മ ചെയ്യാനോ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ലല്ലേ. അതുപോലെ തന്നെ ആയിരിക്കണം. അപ്പം ഇന്ന് ഞാൻ
ഒരു ദൈവദാസനോട്, ആരാണെന്നൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല, വളരെ അറിയപ്പെട്ട പ്രഗത്ഭരായ മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ച് വളർത്തപ്പെടുകയും കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു പ്രമുഖനായിട്ട് നിൽക്കുകയും ഒരു ഉന്നത സ്ഥാപനത്തിന്റെയൊക്കെ ഒരു ചുമതലയൊക്കെയുള്ള ഒരു ദൈവഭക്തനായ ഒരു ദൈവദാസനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തില് ഭയങ്കര ഒരു ഭാരമുള്ളതായിട്ട് ഇങ്ങനെ സംസാരിച്ചു വന്നത് ഇതാ, തൻ്റെ ഭാര്യ കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കണം എന്നാ. എനിക്കതൊരു ഭയങ്കര താല്പര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയും വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, നന്നായി ശുശ്രൂഷ ചെയ്യുകയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അവരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഏതായാലും എല്ലാം ഒരുക്കി ടേബിളെ കൊണ്ട് വെക്കുന്നുണ്ടല്ലോ, അതൊന്ന് എടുത്ത് കുടിച്ചാ പോരെ എന്നാ പറഞ്ഞത്. പക്ഷെ ആ ദേവദാസിനോട് ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് ബാക്കി എല്ലാം പോകട്ടെ, കയറി വരുമ്പോ ഒരു ഗ്ലാസ് രണ്ടും ന്യായോ പറയുന്നത്, രണ്ടും ന്യായോ. പക്ഷെ എനിക്ക് അവിടെ തിരിച്ചു പറയാനുള്ള ഒരു കാര്യം, ഒരു ഭാര്യ എന്ന നിലയിൽ ഭാര്യയ്ക്കുള്ള കടമയും ഭർത്താവ് എന്ന നിലയിൽ ഭർത്താവിന്റെ കടമയും കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയാത്തവർക്കാണ് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലുള്ള പരാതി ഉണ്ടായത്. ഞാൻ പറഞ്ഞു അവസാനം അല്പം കൂടെ നമുക്ക് പറയാമെന്നുള്ളത് കൊണ്ട് ആ ദേവദാസനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആദ്യം ഒരു 4 ദിവസം ട്രയലായിട്ട് സ്നേഹത്തോടുകൂടി എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു വെച്ചില്ല, ആ ടോണൊന്ന് വേറെ. പക്ഷെ എടീ, നിന്റെ കൈ കൊണ്ട് എല്ലാ ദിവസവും എനിക്കൊരു ഗ്ലാസ് വെള്ളം ഞാൻ വരുമ്പോൾ എടുത്തു തരണം, അതെന്റെ ഒരു ആഗ്രഹം. എത്ര ദുഷ്ടയായ ഒരു ഭാര്യയാണേലും ചെയ്യത്തില്ലേ. അപ്പം വിട്ടുവീഴ്ച മനോഭാവം അവിടെ ഉണ്ടാകുന്നിടത്ത് മാത്രമേ നമുക്ക് എന്തു പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേറൊരാൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ആദ്യം ചെയ്യും. ഇത് കർത്താവിന്റെ പ്രമാണമാണ്, ഇത് എന്റെ പ്രമാണമാണ്. ഈ സ്റ്റോറി വായിച്ചു കഴിഞ്ഞപ്പോഴും കേട്ട് കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ ഓർത്തു, ശരിയാ, നമ്മൾ ആദ്യം അത് ചെയ്തിട്ട് നമ്മളൊന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് ഒരു ദിവസം കൊണ്ട് നടക്കത്തില്ല. പല പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യാൻ മനസ്സില്ലാത്തവർക്ക് പോലും അങ്ങനെ ചെയ്യാനുള്ള ഒരു ഗുണപാഠമായിട്ട് അവർ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, ഈ ചെറിയ കഥയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം തന്ന അവസരത്തിനും നിങ്ങൾ എന്നെ കേട്ടതിനും ചെറിയൊരു കഥയാണെങ്കിലും അതിനകത്ത് വളരെയധികം ഗുണങ്ങളും വളരെയധികം നമുക്ക് അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു തരുവാനായിട്ട് പ്രിയ സിസ്റ്റർ അവിടുന്ന് സഹായിച്ചു. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നുള്ള ഒരു ചെറിയ കഥയിൽ കൂടി നമ്മൾ എന്താണ് മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതായ ആ ഗുണപാഠം അടങ്ങിയിട്ടുള്ളതായ ചെറുകഥ വളരെ അനുഗ്രഹമായിരുന്നു. നമ്മളും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കഥ പറയുവാൻ തക്കവണ്ണം പ്രിയ സിസ്റ്റർ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അടുത്തതായിട്ട് എൻ്റെ ഒരു പ്രോഗ്രാം ആണ് ഉള്ളത്. ആന്റി സമയമുണ്ടോ? സമയമുണ്ട്, ചെയ്തു. സോങ് റെഫറൻസ് ആണേ, സോങ് റെഫറൻസ്. പറഞ്ഞോട്ടെ, എല്ലാരും റെഡിയാണോ? ഒന്നാമത്തത്, ആകാശമേ ഭൂമിയെ ചെറുതല്ല, മക്കളെ പോറ്റി വളർത്തി മത്സരിക്കുന്നു. 1:2. ശരിയാ, മറിയാമ്മന്റെ അല്ലേ? അടുത്തത്, പൂർണ്ണ പ്രസാദവുമുള്ള സംഗീതമെന്തെന്ന് ഞാനറിയുവാൻ എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം, പ്രിയമാണെനിക്ക് ലോകലാവണ്യം. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള എബ്രായറിലല്ലയോ?
അല്ല, റോമർ. കിട്ടിയോ? റോമർ 10 കഴിഞ്ഞിട്ടുള്ള അധ്യായങ്ങളിലാണ്. പത്ത് കഴിഞ്ഞിട്ട് 12:1 12:2 അതാണോ? അതെ അതെ, റോമർ 12:2. റോമർ 12:2. ഇനി അടുത്ത പറയട്ടെ. ഫ്രാൻസിസ്റ്റർ എഴുതുന്നുണ്ടല്ലോ അല്ലേ? ബുദ്ധിമുട്ടൊക്കെ ക്രിസ്തുവിന്റെ ദാനത്തിൽ ശരിയാ, ഫിലിപ്പിയർ 4:19. അടുത്ത പറയട്ടെ. ഞാൻ എന്റെ ആ ശരിയാ. ഭൂവാസികളോ ശരിയാ ശരിയാ, എല്ലാരും വേഗം ഉത്തരം പറയുന്നുണ്ട്. തിരിഞ്ഞു പതികളുടെ നിന്നിടാതിരുന്നിടാതെ മനോജനീവൻ ഭാഗ്യവാൻ, മനോജനീവൻ ഭാഗ്യവാൻ. ക്ലിയർ ആയില്ലല്ലോ. തിരിഞ്ഞു പാപികളുടെ വഴിയിടാതെയും പരിഹാസികളിൽ പീഡത്തിരുന്നിടാതെയും മനോജനീവൻ ഭാഗ്യവാൻ, മനോജനീവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 1:ന്റെ ദുഷ്ടന്മാരുടെ അത് 1, 2, 3 അല്ലേ? സങ്കീർത്തനം 1:1. തിരിഞ്ഞു പാപികളുടെ വഴിയിൽ നിന്നിടാതെയും പരിഹാസികളിൽ പീഡത്തിരുന്നിടാതെയുമുള്ള സങ്കീർത്തനം 1:1. അടുത്തത് അത്യുന്നതന്റെ സങ്കീർത്തനം 91:1 ശരിയാ. അടുത്തത് നിന്റെ കാൽ വഴുതും സമർപ്പിക്കുന്നില്ല, നിന്നെ കാക്കുന്നവനുമില്ല, അവൻ മയങ്ങുകില്ല, അവൻ ഉറങ്ങുകില്ല, ഇസ്രായേലിന്റെ പാലകൻ. സങ്കീർത്തനം 91 തന്നെ. അതല്ല, നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല, നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല. ശരിയാ, പറഞ്ഞു വരുന്നത് ശരിയാണ്. ഏതാ വാക്യം? ആരോ പറഞ്ഞില്ല, സങ്കീർത്തനം 121 പറഞ്ഞു. ഓ ശരി ശരി ശരി. 121 എത്രയാന്ന് പറയണേ? സങ്കീർത്തനം 121:7. 3, 4 ക്യാൻസൽ ചെയ്താട്ടോ, പലരും പലതും പറഞ്ഞു. ക്യാൻസൽ ആക്കണോ? ശാന്തമാൻറ്റിക്ക് കൊടുക്ക്. ശാന്തമാൻറ്റി 121 പറഞ്ഞല്ലോ. കറണ്ട് ഇല്ല അവിടെ, അതാ 121 പിന്നെ പറഞ്ഞായിരുന്നു ശാന്തമാൻറ്റി. 121 3, 4 ആണ്. അടുത്തത് പറയട്ടെ. യഹോവ തന്നെ ദൈവമെന്നറിവ്, അവൻ നമ്മൂന്നല്ലോ, അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. സങ്കീർത്തനം 3 വാക്യം. സങ്കീർത്തനം 100:3. ശരിയാ ശരിയാ. 100:3.
അന്യദേശത്തു പരദേശിയായി കൂടാരവാസികളാം ഉന്നതനാം ശില്പിയായി നിർമ്മിച്ച വന്നകരത്തിനായി കാത്തു വാസിക്കുന്ന പരദേശിയായി വന്നു. എബ്രായറാണോ? അന്യദേശത്തു പരദേശിയായി 9:10 എബ്രായർ എത്രയുടെ 9 എബ്രായർ 11-ന്റെ 9-10. എബ്രായർ 11-ന്റെ 9-10. ഇപ്പൊ എത്രയായി സിസ്റ്ററെ? 6, 7, 8, 9, 10 ആയി. ആയോ? മതിയില്ലേ? ഒരെണ്ണം കൂടെ പറയാം. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് കൊടുക്കാം. പാപത്തിൻ തൽക്കാല ബോധം വേണ്ട എബ്രായർ 11-24. ഓക്കെ, ശരിയാ. കഴിഞ്ഞു, പ്രോഗ്രാം കഴിഞ്ഞു. 4, 5, 6. മറിയാമാൻഡി 1, 2, 3, 4, 5, 6 പോയിന്റ്. ഷേർലി മറിയാമാൻഡി 6 പോയിന്റ്, ഷേർലി 4 പോയിന്റ്, ശാന്തമാൻഡി 1 പോയിന്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ പോയിന്റോട് കൂടി മറിയാമാൻഡി ഇവിടുന്ന് പാസ്സായിരിക്കുന്നു. ദൂരത്തൊന്നും അല്ല, അതിന്റെ അടുത്തൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിക്കുന്നു. തന്നെയുമല്ല, ഈ ഏകദേശം നമ്മുടെ വിജി വന്നിട്ടുണ്ടോ? വിജി ജോയിൻ ചെയ്തിട്ടില്ല അല്ലെ? അടുത്ത പ്രോഗ്രാം വിജി ആയിരുന്നു. അപ്പൊ സ്പെഷ്യൽ പ്രോഗ്രാം ആരെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടോ? ഇന്നിപ്പോ വേണ്ട, ഇന്നിപ്പോ ഇത്ര സമയമായില്ലേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും സമയം വരെയും നമുക്ക് ദൈവപാദവൃത്തിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എനിക്കും ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എന്നെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഷൈന സിസ്റ്ററോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകത്തിന്റെ അഡ്മിൻ ആയിരിക്കുന്ന സോഫി ആന്റിയോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇനി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി സോഫി ആന്റിക്ക് മൈക്ക് കൈമാറുകയാണ്. അതിനു മുമ്പ് ഞാൻ അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം ഒന്ന് എഴുതിക്കോട്ടെ മാമേ, പെട്ടെന്ന്. എഴുതിക്കോ. ഒന്ന് പെട്ടെന്ന് പറയണേ. ലീഡ് ചെയ്യുന്ന ആരാന്ന് ആർക്കെങ്കിലും ലീഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ജെസ്സി ആൻറ്റി ഒക്കെ പോയില്ലയോ? ഒത്തിരി പേര് പോയി. ഗീതു ലീഡ് ചെയ്യാവോ? ഗീതു പോയോ? ഇല്ല, ഞാൻ വരുമ്പോഴത്തേക്ക് ചിലപ്പോ ലേറ്റ് ആവും. ഓക്കെ, എന്നാ പോട്ടെ. വേറെ ആരാനകത്ത് നമ്മുടെ പ്രൈസ് മോൾക്ക് കൊടുത്താലോ? രാജിക്ക് ഒരു പ്രാവശ്യം ചെയ്ത മാമ മ്യൂട്ടാ. രാജിമോളെ ലീഡ് ചെയ്യാവോ? മ്യൂട്ടാ അമ്മാമ. അമ്മാമ മ്യൂട്ടാ, അൺമ്യൂട്ട് ചെയ്യ. എന്തോ രാജിമോനെ, രാജി അവള് ചിലപ്പോ ഉറക്കമായി കാണും. പെട്ടെന്ന് മറിയാമാൻറ്റി ലീഡ് ചെയ്യാം. ഓക്കെ. ഓപ്പണിംഗ് പ്രയർ അത് അന്നേരം ആരേലും അടുത്ത ആഴ്ച എത്ര തീയതി എത്ര എന്നാ നടത്തുന്നതെന്ന് അറിയത്തില്ല. ഇല്ല, അമ്മണിക്ക് കൊടുക്കാമോ? അടുത്ത തിങ്കളാഴ്ച എത്ര തീയതി? 13 അടുത്ത ആഴ്ച നമ്മുടെ ജയ സാക്ഷ്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പാസ്റ്റർ 16-ാം തീയതി ഖത്തറിന് പോവാം. അപ്പൊ 20-ാം തീയതി തിങ്കളാഴ്ച നമ്മുടെ ജയ സാക്ഷ്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി പറഞ്ഞ എന്നോട്, ആന്റി എനിക്ക് സാക്ഷ്യം പറയാൻ സമയം തരണേ, ഞാന് പാസ്റ്റർ 16-ാം തീയതി പോകും, അത് കഴിഞ്ഞുള്ള ഏതെങ്കിലും ഒരു ദിവസം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച 20 അപ്പം മെസ്സേജും സാക്ഷ്യവും കൂടെ പുള്ളിക്കാരി പറയും. ഇത് അത് കഴിഞ്ഞുള്ള ആഴ്ചയില ആയിരിക്കും ഇത്. സോളോ സോങ്സ് ആരൊക്കെയാ പാടുന്നേ? സിസ്റ്റർ പോയോ?
ജെനി എന്തെങ്കിലും ഒന്ന് ഏൽപ്പിച്ചേ. ജെനി ബൈബിൾ ക്വിസോ ജെനി ചേച്ചി എന്നാ അടുത്തതിന്റെ പിന്നത്തെ തിങ്കളാഴ്ച, അതായത് ഇതിപ്പം 27th ആയിരിക്കും. 27ാം തീയതി. ഓക്കെ, എന്തോ പറഞ്ഞത്? എന്നതാ പ്രോഗ്രാം? ബൈബിൾ ക്വിസോ ഏതെങ്കിലും എന്തോ ചേരാൻ പറ്റുമെന്ന് വെച്ചാൽ. ബൈബിൾ ക്വിസോ? ഓക്കെ ഓക്കെ. ജനറൽ നടത്താം അതോ ഇത് തന്നെയോ? ഇത് തന്നെ മാത്യു 6-10 ഇതാണോ അതോ ജനറൽ ആയിട്ടുള്ളത് നടത്തുന്നത്? ഇതാകുമ്പോൾ എല്ലാരും വായിക്കുമല്ലോ ബൈബിൾ. അതെ, ഇതാ നല്ലത്. മാത്യു 6-10 കേട്ടോ. അപ്പം സോളോ പാടുന്ന ഡെയ്സി സിസ്റ്റർ ഒരു പാട്ട് പാടുവോ? എന്നൊരു പാട്ട് പാടിയേക്കാം. വേറെ പേടിയാ പാട്ട് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. വേറെ ആരെങ്കിലും കൂടെ? അമ്മണി ആന്റി അനങ്ങാതിരിക്കുക. ഓക്കെ, അതിന് ഞാൻ ഇടയ്ക്ക് ആരെങ്കിലും പേര് വെച്ചോളാം, കുഴപ്പമില്ല, ചോദിച്ചോളാം. എൽസി ആന്റി വന്നിട്ടില്ല. അല്ല ഞാനും പാടാം, പക്ഷെ ഈണമൊന്നും ശരിയാകത്തില്ലെന്നേ ഉള്ളൂ. ആരാ? സാലി സിസ്റ്ററോ? അതിനെന്താ, നമുക്ക് ഇവിടെ ഈണമൊന്നും അല്ലല്ലോ നോട്ടം. സാലിക്ക് പാട്ട് കൊടുക്ക. പാട്ട് സാലിയുടെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോട്ടോ സാലി ഷാജി. ആഗ്രഹമുണ്ട് മോളെ, സമയം കൊച്ചു സമ്മതിക്കുമെന്നും പിന്നെ നമ്മുടെ സമയം അനുസരിച്ച് തരാം. ആ സമയം അനുസരിച്ച് തരാം. കൊച്ചു ടൈം അനുസരിച്ച് ആദ്യം ഞാൻ എഴുതിയേക്കാം. ആദ്യം എഴുതാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഷോർട്ട് മെസ്സേജ് മെസ്സേജ് ഷൈനി ചേച്ചി മറഞ്ഞിരിപ്പുണ്ട്. ഹലോ, ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയണേ. ഒന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞേക്കണേ. നമ്മുടെ പിള്ളേരെ കൊണ്ട് ഇന്റർവ്യൂവിന് പോകാനായിട്ട് റെഡി ആകുക. അവരുടെ രണ്ടുപേരും ജോലി പോയി നിൽക്കുവാണേ. അവരുടെ പാർലർ പൂട്ടിയായിരുന്നു, ചെറിന്റെ അനുവിന്റെ. അവരെ ഞാൻ വേറൊരിടത്ത് ഇന്റർവ്യൂവിന് വേണ്ടി പറഞ്ഞപ്പോ ഒരു 5:30 ചെല്ലാൻ പറഞ്ഞേക്കുവാ. ഇവിടുത്തെ 5:30. ഞാൻ ഒന്ന് റെഡി ആകുക. ഷൈനി സാബു ഷോർട്ട് മെസ്സേജ് എഴുതി ഞാന്. ഇവിടെയല്ല, അടുത്ത അങ്ങേ ആഴ്ചയല്ല. ഒരു 10 മുതൽ 15 മിനിറ്റ് ഉള്ള ടൈം, 15 മിനിറ്റ് മാക്സിമം. അന്നേരം പറ്റത്തില്ല, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പൊ എഴുതുക പേര്. ബൈബിൾ റെഫറൻസ് സോങ് റെഫറൻസ് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും. പിന്നെ ഞാൻ ബൈബിൾ റെഫറൻസ് സോഫിമായുടെ പേര് എഴുതിയേക്കുക. സോഫി ജോർജ്. സോങ് ടെസ്റ്റ് എന്റെ പേര് എഴുതിക്കോളാം. ഷേർലി. ഓക്കെ, സ്പെഷ്യൽ പ്രോഗ്രാം വിജി പറഞ്ഞേക്കാം. ഓക്കെ, ലീഡിങ് മറിയാം ആന്റി. ഓപ്പണിംഗ് പ്രെയർ നമുക്ക് ആരെങ്കിലും കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. സോളോ സോങ്സ് ഡെയ്സി, മോയി, സാലി ഷാജി. ഷോർട്ട് മെസ്സേജ് ഷൈനി സാബു. ബൈബിൾ റെഫറൻസ് സോഫി ജോർജ്. ബൈബിൾ ക്വിസ് ജെനി സിസ്റ്റർ. മാത്യു 6-10. സോങ് റെഫറൻസ് ഷേർലി. സ്പെഷ്യൽ പ്രോഗ്രാം അങ്ങനെ പെൻഡിങ് ആണ്. ഓക്കെ, അവിടെ കിടക്കട്ടെ. ഓക്കെ, മറിയാം ആന്റി പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. സ്തോത്രം 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 സ്തോത്രം. മലയാളം കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല വൈകിയ വേളയ്ക്കായി പിന്നെയും അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ ആരംഭിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആരംഭം മുതൽ കർത്താവ് കൂടെ ഇരുന്ന് പ്രോഗ്രാം ഏറ്റിരുന്ന ഹാലേലുയ പ്രോഗ്രാം ഹാലേലുയ കർത്താവ് ഏറ്റിരുന്നവർക്ക് അതെല്ലാം ഏറ്റവും ഭംഗിയായി ചെയ്യുവാനും അതിൽ പങ്കെടുത്തവർക്ക് അത് ഹാലേലുമായി തീരുവാനും കർത്താവ് കൃപ ചെയ്തതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നത്. കർത്താവ് ഞങ്ങൾക്കല്ല സകലം അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാന് അവിടെ ഇടയാക്കുമാറാകണമേ. ദൈവവചനത്തിൽ കൂടെ സംസാരിപ്പാൻ സാലിയെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഹാലേലുയ കർത്താവെ, ഞങ്ങൾ പലപ്പോഴും പലതിനെ ചൊല്ലി വിചാരപ്പെടുമ്പോൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഞങ്ങളുടെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച വിശ്വാസത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. കേട്ട വചനം ഞങ്ങൾ വിട്ടുവിടുവാനല്ല, അത് ജീവിതത്തിൽ അനുഭവമാക്കി മുൻപോട്ട് പോകുവാൻ ദൈവം ഇടയാക്കണമേ. നീന പറഞ്ഞ ലേലിയ ചെറുതൊക്കെയായി സ്തോത്രം ചെയ്യുന്ന മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ
കൊയ്യും എന്നുള്ള ദൈവവചനം കേൾപ്പിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അതുപോലെ പാട്ടുപാടി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ തുടർന്നും ഹല്ലേലൂയ ഞങ്ങൾ കർത്താവെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവ് ഞങ്ങൾക്ക് മാത്രമല്ല, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡിയയും ഡേയ്സിയെ ദൈവം ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ ഹല്ലേലൂയ പിരിയുന്നു. കർത്താവിന്റെ സാന്നിധ്യം, പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകണമേ. വീണ്ടും ഞങ്ങൾ കാണുമ്പോൾ അങ്ങയുടെ ചിറകിന്റെ മറവിൽ മറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. സ്വർഗീയ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രാർത്ഥിച്ച ഹല്ലേലൂയ എല്ലാ വിഷയങ്ങളോടും ഞങ്ങൾ എല്ലാവരോടുകൂടെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഇത്രത്തോളം ചെയ്യുന്ന സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമീൻ. നമുക്ക് പിരിയാം. ഓക്കെ ഓക്കെ. എന്നാ ഞാന് പിള്ളേർക്ക് അവരുടെ രണ്ടുപേരുടെയും ബ്യൂട്ടി പാർലർ അടച്ചേ, അവര് ജോലി ചെയ്തോണ്ടിരുന്നു. സൗദിയുമായിട്ട്